ഫോട്ടോ എടുക്കാൻ പേടി കൊണ്ട് ചോദിച്ചില്ല. പിന്നെ ഞാൻ അദ്ദേഹം ഫേസ് ടു ഫേസ് ആയിരുന്നു ഷോട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് മഞ്ജു വാര്യർ അദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ബാങ്കിൻ്റെ അപ്പോൾ ഇങ്ങനെ ക്ലാപ്പ് ഒരു പെൺകുട്ടി ഹൈറ്റ് കുറവാണ് പെൺകുട്ടിക്ക്. അപ്പോൾ ക്ലാപ്പ് വെച്ചിട്ട് ഇങ്ങനെ എത്തുന്നില്ല. അപ്പോൾ വെച്ച സാറ് കുട്ടിയോട് ക്ലാപ്പ് മേടിച്ചിട്ട് എൻ്റെ ഫേസിൽ അദ്ദേഹമാണ് ക്ലാപ്പ് വെച്ചത്. അപ്പോൾ എനിക്ക് ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് എങ്ങനെ പറയുമെന്നുള്ള പിന്നെ ഞാൻ വിചാരിച്ചു ലൈഫിൽ ഇതൊക്കെ ഒരു തവണയെ സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന അതേ ധൈര്യമാണ്. അതായത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഇപ്പം എൻ്റെ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം രജനീകാന്തിൻ്റെ സിനിമ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരവസരമേ ഉള്ളൂ. അത് അദ്ദേഹം ചിന്തിക്കണം, മറ്റേ ഓപ്പോസിറ്റ് ആളുകൾ ചിന്തിക്കണം, കൊള്ളാം എന്ന് ചിന്തിക്കണം. അപ്പം അങ്ങനെ ഒരു ചിന്ത അവർക്ക് പിന്നെ എത്രയോ താരങ്ങളെ കാണുന്നുള്ള പുതുമയല്ല, എന്നാലും അവൻ ചെയ്ത ഭംഗിയായിട്ട് അവൻ്റെ ജോലി ചെയ്തു എന്നുള്ള തൃപ്തി ഉണ്ടാവും. പലരും വലിയ ലെജൻഡിന്റെ മുന്നിൽ ഡയലോഗ് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, മറന്നു പോകും. നമ്മൾ എന്താ പറയുക, നമ്മളൊരു ആരാധന വേറെ തരത്തിലാണ്. നമ്മൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൈയും കാലൊക്കെ തണുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. ഒരു വളരെ കുറവാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ മലയാളം കറക്റ്റാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്ന ഏകദേശം പറയുന്നത് ഞാൻ പറഞ്ഞു കറക്റ്റാണ്. എന്താണെങ്കിലും നമുക്കത് അദ്ദേഹമാണുള്ളത്.